ഹായ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സെമിയം വെച്ചിട്ടുള്ള പായസമാട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ചെറുതായിട്ട് പൊടിച്ച ഇതുകൊണ്ട് സേമിയനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളറാവണം കേട്ടോ. അതിന് ശേഷം ഇത് കോരി മാറ്റാം. അപ്പോൾ അതാ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പാത്രം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ആ സേമിയൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, കാരണം സേമിയൻ ഒന്ന് കട്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ലേസം മിൽക്ക് മേഡാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഏലക്കായ പൊടിച്ചതും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൽ ഒന്ന് തൂമിച്ചിട്ട് പാരട്ടോ. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 2 കയ്യിൽ പഞ്ചസാര കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയൻ വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്